ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 സി എക്സാം ടെൻഷനില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? എല്ലാവരും ടെൻഷൻ ഉണ്ടാവും. കാരണം ഓൾറെഡി നിങ്ങൾ +2 സേ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് സംബന്ധിച്ച് +2 ഫെയിലായ വിഷമവും സങ്കടവും ടെൻഷനും ഉണ്ടാവും. കഴിഞ്ഞു പോയ ദിവസങ്ങളും കഴിഞ്ഞു പോയ സമയങ്ങളും നമുക്ക് ഇനി കിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ എക്സാം ഷീറ്റുകളൊന്നും നമുക്ക് ഇനി കിട്ടില്ലല്ലോ. അതിൽ നിന്ന് മറികടക്കാൻ, ഇനി നമുക്ക് വന്ന തെറ്റ് മറികടക്കാൻ നമുക്ക് ഇനി ഒരു വഴിയുള്ളൂ, ദാറ്റ് ഈസ് സേ എക്സാം. അപ്പോൾ ഈ സേ എക്സാമിനെ കുറിച്ചിട്ട് ഒരുപാട് കുട്ടികളുടെയും സേ എക്സാമിനെ കുറിച്ചിട്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ട സ്റ്റുഡൻസിൻ്റെയും കുറച്ചധികം ടെൻഷനുള്ള സംശയങ്ങളാണ് മിസ്സോട് എഴുതിയിരിക്കുന്നത്. എന്താണ് സേ എക്സാം എന്നുള്ള സംശയമുണ്ട്. അതായത് നമ്മളിപ്പോൾ സേ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ ഈ കുട്ടി തോറ്റിട്ട് പിന്നീട് രണ്ടാം വട്ടം എക്സാം എഴുതിയതാണ് എന്ന് കാണിക്കുമോ, അങ്ങനെയുള്ള സംശയമുണ്ട്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വാല്യൂ ഉണ്ടാവുമോ? ഇനി ഞാൻ ഈ സേ എക്സാം എഴുതുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാതെ സെക്കൻഡ് അറ്റംപ്റ്റ് ആവുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് സേ എക്സാം. സേ എക്സാമിൻ്റെ നല്ലൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് റിസൾട്ടിൽ നമുക്ക് സേ എക്സാം കഴിഞ്ഞിട്ടുള്ള മാർക്ക് ലിസ്റ്റൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് 2 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റത്തെ ഉണ്ടാവും, സേ എക്സാം കഴിഞ്ഞൊരു മാർക്ക് ലിസ്റ്റ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നീട് നമുക്ക് അത് രണ്ടും കമ്പൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊരു നെഗറ്റീവായി കണ്ട് എന്തിനാണ് ഞാൻ സേ എക്സാം എഴുതുന്നത് വിചാരിക്കരുത്. സേ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഒരു മാസം കൊണ്ട് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റംപ്റ്റ് ആണ് സേ എക്സാം. നമുക്ക് ഇനി ഈ സംഭവം കിട്ടില്ല. ഇനി നമുക്ക് ഈ സി എക്സാമും നമുക്ക് +2 പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് എത്തണം. അതായത് അടുത്ത 2026 മാർച്ചിൽ വരുന്ന ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്ത് നടക്കുക. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ സേ എക്സാം ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു. അതായത് ഫെയിൽഡ് ആയ കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ്. അത് എഴുതി പാസ്സാവണം. പാസ്സാവാതെ പിന്നെയും ഫെയിലായിട്ട് കാര്യമൊന്നുമില്ല. ഇനി എപ്പോഴാണ് സേ എക്സാം ഉണ്ടാവുക എന്നുള്ളത് സംശയമുണ്ട്. അതായത് 1 month ആഫ്റ്റർ 23rd നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ജൂണിൽ ഒരു 25 days. ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ എക്സാം നിങ്ങൾക്ക് സേ എഴുതണമെന്നില്ല, 27th വരെ ഉണ്ട്. ഒരു മാസം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അടുത്ത ടെൻഷൻ എന്താണെന്നറിയോ? അടുത്ത ടെൻഷൻ പഠിക്കാനുള്ള ടൈം ഉണ്ടോ എന്നാണ് അടുത്ത ടെൻഷൻ. യെസ്, നമുക്ക് പഠിക്കാനുള്ള ടൈം ധാരാളമാണ്. കാരണം എന്താ, നമുക്ക് 1, 2, 3 സബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഇനിയുള്ളത് ഒരു 10-25 ദിവസമാണെന്നുള്ളത്. ഈ ദിവസം കൊണ്ട് എല്ലാ പാഠവും പഠിക്കുമോ? ഇപ്പം 3 സബ്ജക്റ്റൊക്കെ സേവനോ ഇതൊക്കെ പാസ്സാവാം മിസ് പറയുന്നു. നല്ല രീതിയിൽ എക്സാമിന് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ഒരു 4 ക്വസ്റ്റ്യൻ, നമ്മുടെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ, മാർച്ചിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അങ്ങനെ 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കഴിഞ്ഞ വർഷം ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, കഴിഞ്ഞ വർഷത്തെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം, ഈ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്നും കൂടി നോക്കണം എന്ന് പറയാൻ കാരണം അതിൽ എക്സാം പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ എക്സാം പാറ്റേൺ ചേഞ്ച് ആയി എന്ന് പറയുമ്പോൾ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള സംശയമായിട്ടാണ് പറയുന്നത്. എക്സാം പാറ്റേൺ ചേഞ്ച് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കാത്തതോ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുനിന്നുള്ളതോ അല്ല വരുന്നത്. എക്സാം പാറ്റേൺ ചേഞ്ച് ആയി എന്ന് പറയുമ്പോൾ 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം 6 മാർക്കിലേക്ക് പിന്തള്ളപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണ്. അതായത് മാർക്കിൻ്റെ ചേഞ്ചസ്. അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ അവർ പ്രാധാന്യം കുറച്ച് ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള സബ്ജക്റ്റിനും കൊടുത്തു. ആ ഒരു ചേഞ്ച് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റും വിഷയം സിലബസിനൊന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ ആ ടെൻഷൻ നിങ്ങൾ വേണ്ട. ഓക്കെ, ഇനി അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ സേ എക്സാമിൻ്റെ വാല്യുവേഷൻ ടഫായിരിക്കുമല്ലോ. നമുക്ക് സേ എക്സാമിൻ്റെ വാല്യുവേഷൻ മാക്സിമം സിമ്പിൾ തന്നെ ആവുക. കാരണം തോറ്റ കുട്ടികളെ എക്സാം എന്നതാണെന്ന് എല്ലാ ടീച്ചേഴ്സിനും അറിയാം. റിസൾട്ട് നമുക്ക് എക്സാം ഏത് 1 monthനുള്ളിൽ പബ്ലിഷ് ആക്കും. ജൂണിലെ എക്സാം ആണെങ്കിൽ ജൂലൈയിൽ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സേ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് പാസ്സായാൽ നമുക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാം, സ്പോട്ട് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് മുന്നേ കൂട്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാം. നിങ്ങൾക്ക് +2 പാസ്സാവാതെ ഒരൊറ്റ കോഴ്സ് പോലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ നിന്ന് +2 പാസ്സായിട്ട് ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും.
ഇനി ഇതെങ്ങനെ പഠിക്കാം? നമുക്കുള്ളത് വെറും ഇന്നിപ്പോൾ 25th ആണ്, അടുത്ത 25th കഴിയുമ്പോൾ നമുക്ക് 30 ദിവസമാണ് കഴിഞ്ഞുള്ളത്. ഒരു 25 days നമുക്ക് മതി പഠിക്കാൻ. ഈ 25 days നിങ്ങൾ ഫുൾ ഡേ ഇന്ന് പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങളെ സബ്ജക്റ്റ് ഏതാണോ അതാവശ്യമുള്ളത് മാത്രം. ഒരാൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ട് 1 മണിക്കൂർ ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ റെഡിയാണോ? അതായത് ഒരൊറ്റ ക്ലാസ്സിൽ ഒരാൾ പറയാണ് ഇതൊക്കെയാണ് വരിക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം തന്നെ മതി. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ മാർച്ചിൽ എക്സാം കഴിഞ്ഞ് ഞാനൊക്കെ പാസ്സാവുമെന്ന് വിചാരിച്ച് ബുക്ക് വരെ പലരിലും കൊടുത്തിട്ടുണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ സുഖമാണ്. ഒരുപാട് PDF നോട്ട്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഇതിനൊക്കെ കൂടി നമ്മൾ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്തായാലും നിങ്ങളുടെ പാരൻസ് തോറ്റൂലോ എന്ന് പറഞ്ഞിട്ട് സാരില്ല നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് മാക്സിമം കുറവാണ്. അതായത് ഇപ്പം മിസ്സിനോട് പോലും മിസ്സിനറിയാം, മിസ്സിൻ്റെ കുറേ ഫ്രണ്ട്സും മിസ് ട്യൂഷൻ എടുക്കുന്ന സമയത്തല്ല എല്ലാ പാരൻസും എങ്ങനെയാണെന്ന് അറിയാം. അവരെല്ലാവരും നമ്മുടെ മക്കളിൽ ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും വലുതായിട്ട് നമുക്ക് മേലെ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻ കൊടുത്ത് നമ്മളെ എല്ലാ രീതിയിലും നിങ്ങളിപ്പോൾ പൈസ കൊണ്ടായാലും സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് നമ്മുടെ പാരൻസ് ആണ്. അതുപോലെ സിബ്ലിങ്സും കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു 10-20ഓളം സ്റ്റുഡൻസിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സാണ് വിളിച്ചിരിക്കുന്നത്. എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ്, എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കോളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഫാമിലി തരുന്ന സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടില്ല. ചിലപ്പോൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ സ്നേഹത്തിൽ തലോടിന്നൊന്നും വരില്ല. പാരൻസ് എല്ലാവരും നല്ല രീതിയിൽ ചീത്ത, നിങ്ങൾ എന്തിനാണ് 2 കൊല്ലം പഠിക്കാൻ വിട്ടത്, നിനക്ക് വേറെ എന്തെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്താന്നില്ല എന്നൊക്കെ അവർ നിങ്ങളെ ചീത്ത വിളിക്കും. അത് കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ എന്താക്കരുത്, വാല്യൂ കുറയ്ക്കരുത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കൊരു ചാൻസും കൂടി ഉണ്ട് നിങ്ങളുടെ പാരൻസിനോട് പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ അവരെ മാറ്റിയെടുക്കണം. എന്തായാലും നമുക്കൊരു തെറ്റ് പറ്റി ഏത് രീതിയിൽ പഠിക്കാതെ നമുക്ക് എക്സാമിലേക്ക് എത്തി, അതിലെന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ആരാണ് വരിക? അതാണ് ഇവിടെ മിസ് ചെയ്ത ക്വസ്റ്റ്യൻ. നിങ്ങളെ ടീച്ചേഴ്സ് എന്തായാലും വരില്ല. കാരണം അവർക്ക് ഇനി നിങ്ങളെ നോക്കേണ്ട ആവശ്യമല്ല. അവർക്ക് ഇനി നെക്സ്റ്റ് ഇയറിൽ സ്റ്റുഡൻസ് കിട്ടി അല്ലേ? നിങ്ങളുടെ സ്കൂളുകളിൽ ഇപ്പോൾ +1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഫെയിൽഡ് ആയ കുട്ടികളെ കമ്പയർ ചെയ്ത് അടുത്ത പിള്ളേരോട് പറഞ്ഞ് അവരെ മേക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഈ ടീച്ചേഴ്സിന് നിങ്ങളെ മാക്സിമം ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ്, പാസ്സായ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും? നെവർ. കാരണം അവർ നിങ്ങളെ കൂടെ ഈ പറഞ്ഞ പോലെ എല്ലാ കളിയിലും സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ കൂടെ ഉണ്ടായിട്ട് അവരൊക്കെ പാസ്സായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അവരുടെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള തിരക്കിലായിരിക്കും അല്ലേ? പാസ്സായ കുട്ടികൾ അടുത്ത അഡ്മിഷൻ എടുത്ത് അവർക്ക് കോളേജുകൾ നോക്കി അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ ഫെയിൽഡ് ആയ നിങ്ങളെ പഠിപ്പിക്കാൻ റെഡി ആവുമോ? ഇല്ല, ഫ്രണ്ട്സും റെഡി ആവില്ല. ഇനി കഴിഞ്ഞ കൊല്ലത്തെ ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെ അവസ്ഥ ഉണ്ട്. അവർ പറയും 1 കൊല്ലം നിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരാണ്, അപ്പോൾ അവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഇനി നിങ്ങൾ റിലേറ്റീവ്സിനെ എടുക്കാം. നമുക്ക് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഭൂരിഭാഗം റിലേറ്റീവ്സും നിങ്ങളെ കളിയാക്കാനുണ്ടാവുള്ളൂ. അവരെ കുട്ടി ഇങ്ങനെ പോയില്ലേ, +2 ഫെയിൽഡായി, 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടായിരുന്നു, +2 കുറച്ച് കളി കൂടുതലായിരുന്നു, പഠിച്ചിട്ടില്ല, ഉഴപ്പി നടന്നു, അത് അവരെ പ്രായത്തിൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ്സ് ആവും. അവരാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരില്ല. പാരൻസിൻ്റെ അവസ്ഥ മിസ് പറഞ്ഞതുപോലെ പാരൻസ് നിങ്ങളെ മാക്സിമം ചീത്ത അറിയാം, എങ്ങനെയെങ്കിലും ഒന്ന് സേവ് ചെയ്തൊന്ന് പാസ്സായി തരൂ, അത്രേ പറയുള്ളൂ. അല്ലാതെ പാരൻസ് കൂടുന്നു മോൻ ഇതാണ് എക്സാമിന് വരിക നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരാണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരാളുമില്ല, ടെൻഷൻ ഫ്രീ ആയി പഠിക്കണം. ഈ ടെൻഷനുകളെല്ലാം മാറ്റി നിർത്തി ഒരാളെ സപ്പോർട്ട് കിട്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ മിസ് നിങ്ങളെ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഡെയിലി ക്ലാസ്, ഡെയിലി മിസ് നിങ്ങളായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. ഡെയിലി ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ ക്ലാസ്സുകൾ വെക്കുന്നു. നിങ്ങൾ ഏതാണോ ഫെയിൽഡായ സബ്ജക്റ്റുകൾക്ക് ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് തരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ മക്കൾ ഇത് പഠിച്ചാൽ മതി, ഇങ്ങനെയാണ് വന്നത്, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, അതല്ലെങ്കിൽ മനസ്സിലാവാത്തവർ ഒന്നുകൂടി ആ ക്ലാസ് കാണാമെന്നൊക്കെ പറഞ്ഞ് ഡെയിലി നിങ്ങളെ കൂടെ ഉണ്ടാവും ഈ ഒരു എക്സാം കഴിയുന്നത് വരെ. 27th നമ്മൾ എക്സാം കഴിയുമ്പോൾ നമ്മുടേതായ 4 സബ്ജക്റ്റുകൾ, അതായത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ എക്സാമുകളെല്ലാം കഴിയുന്നത് വരെയും മിസ് നിങ്ങളെ കൂടെ നിന്നുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഓൺലൈൻ
ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ടൈം ഉണ്ട്, നിങ്ങൾക്കുള്ള ടെൻഷൻ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ ടെൻഷൻ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാൻ, യെസ് നമുക്ക് സമയമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾ മാർക്ക് വാങ്ങുന്നുള്ള വിശ്വാസമുണ്ട്. മിസ്സിൻ്റെ അടുത്ത് സ്റ്റഡി മെറ്റീരിയൽസ് PDF ഫയലുകൾ, മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ, ഷോർട്ട് നോട്ട്സുകൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും പോരാതെ ലാസ്റ്റ് 1 വീക്ക് നമ്മളൊരു 25 ഡേയ്സ് ആണ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 25 ഡേയ്സ്. ഈ 25 ഡേയ്സിൽ 15 ഡേയ്സ് നമ്മൾ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 10 ഡേയ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്ട്രാ റിവിഷനാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നിങ്ങളെ പഠിപ്പിക്കാം. ഇനി ഇത് പോരാതെ ലൈവ് ക്ലാസ് പോരാതെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മോർണിംഗ് ഉള്ള ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഈവനിങ്ങിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആ ക്ലാസ് ഇരുന്ന് കാണാം. ഇനി ഡൗട്ടൊക്കെ മിസ് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് ചോദിക്കും. ഡൗട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മിസ്സിന് സെപ്പറേറ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇറ്റ് സെൽഫ് ചോദിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ഉള്ള കംപ്ലീറ്റ് ടെൻഷൻ എല്ലാം ഫ്രീ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. നിങ്ങൾ തോറ്റു വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിലും, അതായത് തോറ്റ കുട്ടികളാണെന്ന് വിചാരിച്ച ആ രീതിയിലൊന്നല്ല മിസ് കാണുന്നത്. മിസ്സിൻ്റെ മുന്നിൽ എല്ലാവരും ഒരേ സ്റ്റുഡൻസ് ആണ്. അതായത് ബാച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ മിസ് അങ്ങനെ ആ ഒരു ബേസിക്കിലാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരിക. അപ്പം നിങ്ങൾക്ക് ഓക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളരെയധികം സമയം കുറവായതുകൊണ്ട് തന്നെ 2 ഡേയ്സിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അഡ്മിഷൻ നമ്മൾ 2-3 ഡേയ്സും കൂടി വെക്കുള്ളൂ. നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അഡ്മിഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.